കുപ്രസിദ്ധ ഗുണ്ട അധോലോക തലവൻ ഭായ് നസീറിന് വിട ചൊല്ലി കൊച്ചിയിലെ അധോലോകം. ഭായ് നസീർ അന്തരിച്ചു. ദീർഘകാലമായി വൃക്കരോഗ ബാധിതനായിരുന്നു ഭായ് നസീർ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഭായ് നസീർ അന്തരിച്ചത്. 53 വയസ്സായിരുന്നു ഭായ് നസീറിന്. കൊച്ചിയെ വിറപ്പിച്ചിരുന്ന അധോലോക നായകന് വിട. ഭായ് നസീറിൻ്റെ ടീമംഗങ്ങൾ തങ്ങളുടെ തലവൻ്റെ മരണം അനുശോചന കുറിപ്പുകളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഭായ് നസീർ ആരാണ്? എന്താണ് കൊച്ചിയിലെ ഭായ് നസീർ? ഭായ് നസീർ ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു. തമ്മനം ഷാജിയുടെ ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ചിരുന്ന തമ്മനം ഷാജിയുടെ ടീം അംഗമായിരുന്നു ഭായ് നസീർ. പിന്നീട് തമ്മനം ഫൈസലിൻ്റെ ടീം അംഗമായി ഭായ് നസീർ മാറി. തമ്മനം ഫൈസലിൻ്റെ ടീം അംഗങ്ങളായിരുന്നു ഭായ് നസീറും ഔറംഗസീബും ഒക്കെ. തമ്മനം ഫൈസലുമായി വേർപിരിഞ്ഞ് ഭായ് നസീർ സ്വന്തമായൊരു അധോലോക സാമ്രാജ്യം ഉണ്ടാക്കി. ബാംഗ്ലൂരായിരുന്നു ഭായ് നസീറിൻ്റെ തട്ടകം. ഈ കാലത്താണ് കൊച്ചിയിൽ മറ്റൊരു ഗുണ്ട ഉദയം ചെയ്തത്, മരട് അനീഷ്. മരട് അനീഷും ഭായ് നസീറും തമ്മിൽ തെറ്റി. ഇരുവരും തമ്മിലുള്ള ഗുണ്ടാപ്പക കൊച്ചിയിൽ ചോരപ്പൂക്കളം തീർത്തു. ഭായ് നസീറിനെ മരടനീഷിൻ്റെ സംഘാംഗങ്ങൾ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. ഭായ് നസീറിൻ്റെ സംഘാംഗത്തെ മരടനീഷിൻ്റെ ടീമംഗങ്ങൾ ക്രൂരമായി കൊല ചെയ്ത് റോഡിൽ തള്ളിയതും വാർത്തയായിരുന്നു. കൊണ്ടും കൊടുത്തും ഭായ് നസീറും മരടനീഷും മുന്നേറി. പിന്നീട് ഭായ് നസീർ പിടിയിലായി. പല വിധത്തിലുള്ള കേസുകൾ, കവർച്ച, കൊലപാതക ശ്രമം, പിടിച്ചുപറി എന്നിങ്ങനെ വിവിധ കേസുകൾ ഭായ് നസീറിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. കൊച്ചി പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് ഭായ് നസീറിനെ കസ്റ്റഡിയിൽ എടുത്തത്. ഭായ് നസീർ ജയിലിലായപ്പോൾ ഭായ് നസീറിൻ്റെ സംഘാംഗങ്ങൾ ചിതറിപ്പോയി. ഭായ് നസീറിൻ്റെ വലങ്കൈയായിരുന്ന ഔറംഗസേബ് പുതിയ ടീമിനെ ഉണ്ടാക്കി. ഭായ് നസീർ തൻ്റെ അവശേഷിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുമായി ജയിലിൽ കിടന്ന് അധോലോക പ്രവർത്തനം നിയന്ത്രിച്ചു. മരടനീഷായിരുന്നു എക്കാലവും ഭായ് നസീറിൻ്റെ ശത്രു. മരടനീഷും ഭായ് നസീറും തമ്മിലുള്ള കുടിപ്പക മാധ്യമങ്ങൾ വാർത്തയാക്കി മാറ്റി. കൊച്ചിയിലെ അധോലോകത്തിലെ കൊച്ചി പോലീസിലെ സെൻസേഷണൽ കഥയായിരുന്നു മരടനീഷും ഭായ് നസീറും തമ്മിലുള്ള കുടിപ്പക. മരടനീഷിനെ വധിക്കാൻ ഭായ് നസീറിൻ്റെ സംഘാംഗങ്ങൾ പലവരും ശ്രമിച്ചു. മരടനീഷ് പലപ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഏറെക്കാലമായി ജയിലിൽ കിടന്ന ഭായ് നസീർ വൃക്കരോഗ ബാധിതനായി. നേരത്തെ തന്നെ അദ്ദേഹത്തിന് അയാൾക്ക് പ്രമേഹ രോഗബാധ ഉണ്ടായിരുന്നു. അത് വൃക്കയുടെ പ്രവർത്തനം താറുമാറാക്കി. ഭായ് നസീർ ജയിലിൽ നരകയാതന അനുഭവിക്കുമ്പോഴും പുറത്ത് അയാളുടെ അവശേഷിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ സജീവമായിരുന്നു. ഭായ് നസീറിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ ഗുണ്ടാ സംഘങ്ങൾ. അവരുടെ ബലത്തിലായിരുന്നു ഭായ് നസീർ നിന്നിരുന്നത്. ഭായ് നസീറിനെ വൃക്കരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വച്ചായിരുന്നു അയാളുടെ അന്ത്യം. കൊച്ചിയിൽ ചരിത്രം രചിച്ച ഒരു അധോലോക നായകൻ ഇതോടെ വേർപിരിയുകയാണ്. ഭായ് നസീറിനെ സ്നേഹിക്കുന്ന അധോലോക സംഘാംഗങ്ങൾ കൊച്ചിയിലുണ്ട്. മരടനീഷിന് ബദലായി കട്ടയ്ക്ക് നിന്ന് പോരാടിയ ഭായ് നസീർ ചരിത്രമായി മാറുകയാണ്. പോലീസിന്
ആശ്വസിക്കാം. കാരണം ഭായ് നസീറിൻ്റെ സംഘാംഗങ്ങളെ നയിക്കാൻ മറ്റൊരു തലവൻ ഇല്ല. ഭായ് നസീറിൻ്റെ ശങ്കുറപ്പ് കൊച്ചി പോലീസിനെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. മരടനീഷിൻ്റെ സംഘാംഗങ്ങൾ വലത് കൈയിൽ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ചിട്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട ഭായ് നസീർ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയിരുന്ന് കൊച്ചിയിലെ അധോലോക സംഘങ്ങളെ നിയന്ത്രിച്ച ഭായ് നസീർ, ആ ഭായ് നസീറാണ് ചരിത്രമായി മാറുന്നത്. പോലീസിന് ആശ്വാസം. മരടനീഷ് ഇപ്പോൾ ഗുണ്ടാ പ്രവർത്തനമൊക്കെ നിർത്തി എന്ന് പറയുന്നു. ഗുണ്ടാ പ്രവർത്തനമൊക്കെ നിർത്തി ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ് മരടനീഷ്. ഔറംഗസേബ് കൊച്ചിയിലെ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അപ്പോഴൊക്കെ ജയിലിലായിരുന്നു ഭായ് നസീർ. ഭായ് നസീറിനെ പുറത്തുവിടാൻ പോലീസിന് ഭയമായിരുന്നു. എന്തും ചെയ്യാനുള്ള ചങ്കുറപ്പ്, ഒറ്റയ്ക്ക് പോയി എതിരാളികളെ തീർക്കാനുള്ള കരുത്ത്, അതൊക്കെയായിരുന്നു ഭായ് നസീർ. ഭായ് എന്ന പേര് അയാളുടെ സംഘാംഗങ്ങൾ അയാൾക്ക് നൽകിയ പേരാണ്. അയാളുടെ സംഘാംഗങ്ങൾക്ക് അയാൾ ഭായ് ആയിരുന്നു. ഭായ് പറഞ്ഞാൽ കുതിക്കുന്ന അല്ലെങ്കിൽ ചോര തിളയ്ക്കുന്ന സംഘാംഗങ്ങൾ ഇപ്പോഴും കൊച്ചിയിലുണ്ട്. ഇതോടുകൂടി ഒരു ടീം അനാഥമായി മാറുകയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പുതിയ കൊച്ചിയാണ് എന്ന് പറയുമ്പോഴും ഭായ് നസീറിൻ്റെയും ഔറംഗസേബിൻ്റെയും മരടനീഷിൻ്റെയും ഒക്കെ കൊച്ചിയായിരുന്നു പുതിയ കൊച്ചി. ആ കൊച്ചിയാണ് ഇപ്പോൾ, ആ കൊച്ചിയിലെ പ്രമുഖ അധോലോക നായകനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഭായ് നസീർ വിടവാങ്ങുമ്പോൾ കൊച്ചിയിലെ അധോലോക ചരിത്രത്തിലെ ഒരധ്യായം മടക്കി വയ്ക്കുകയാണ് പോലീസ്. പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൊച്ചിയിൽ മാത്രമല്ല, ബാംഗ്ലൂരിലും കേരളത്തിലുടനീളവും ഭായ് നസീറിന് സൗഹൃദ വലയങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത് ഇടപഴകിയിരുന്നു അയാൾ. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴും വൃക്കരോഗ ബാധിതനായപ്പോഴും തൻ്റെ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്നു അയാൾ. അതൊക്കെയായിരുന്നു അയാളുടെ പ്രത്യേകത. അതൊക്കെയായിരുന്നു ഭായ് നസീറിൻ്റെ പ്രത്യേകത. ഭായ് നസീർ വിട പറയുമ്പോൾ കൊച്ചിയിലെ അയാളെ സ്നേഹിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ, അയാളെ സ്നേഹിക്കുന്ന അയാളുടെ അനുചരന്മാർ ദുഃഖത്തിലാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അയാളുടെ വിയോഗം അവർ പങ്കുവയ്ക്കുന്നു. അവർക്ക് അയാൾ ഹീറോയാണ്. പോലീസിന്, കൊച്ചിക്കാർക്ക് അയാൾ ആൻറ്റി ഹീറോയിൻ.